നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനൊപ്പം ഈ 5 ടോപ്പ് സോഫ്റ്റ് സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ തൊഴിലിടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വെൽക്കം ടു കരിയർ ക്ലബ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് റിസാൽദർ അലി. നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പുതിയ കരിയർ അപ്ഡേറ്റുമായിട്ടാണ്. പാൻഡമിക്കിന് ശേഷം ലോകത്തിലുള്ള എല്ലാ വർക്ക് പ്ലേസുകളും വളരെയധികം ഡിസ്റ്റർബൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ മാർക്കറ്റിൽ തന്നെ ഏറ്റവും അധികം അൺഎംപ്ലോയബിലിറ്റി റേറ്റ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ പഠനത്തിനനുസരിച്ചിട്ട് ഇന്ത്യയിൽ 15 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാരിൽ 53.9% ആളുകളും ഇന്ന് തൊഴിൽ രഹിതരാണ്. 20 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാരിൽ 44.9%, 25നും 29നും ഇടയിൽ തൊഴിൽ അന്വേഷിക്കുന്നവരിൽ 12.9% ഇന്ന് തൊഴിൽ രഹിതരാണ്. സങ്കടകരമായ ഒരു വസ്തുത എന്നാൽ ഇവരിൽ 42% ആളുകളും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ എടുത്തവരായിരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും ആളുകൾക്ക് തൊഴിൽ കിട്ടാത്തതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. മാൻപവർ ഗ്രൂപ്പ് നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം 40,000-ഓളം കമ്പനികളെ അവർ ഇന്റർവ്യൂ ചെയ്തു. എന്നാൽ അവരിൽ 77% ആളുകളും അവരുടെ കറന്റ് വർക്ക് ഫോഴ്സിൽ സംതൃപ്തരല്ല എന്നാണ് ആ പഠനത്തിൽ തെളിഞ്ഞത്. അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് ആ കമ്പനിക്ക് ആവശ്യമായ റിക്വയർമെന്റ്സും സോഫ്റ്റ് സ്കിൽസും തങ്ങളുടെ തൊഴിലാളികളിൽ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഡിഗ്രിയും സർട്ടിഫിക്കറ്റുകളും കൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർ, മറുഭാഗത്ത് കൃത്യമായ സോഫ്റ്റ് സ്കില്ലുകൾ ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് ആവശ്യമായ ടാലന്റുകളെ കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന കമ്പനികൾ. എന്തുകൊണ്ടാണ് ഇവരെ രണ്ടിന്റെയും ഇടയിൽ ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടായതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെയാണ് കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു എംപ്ലോയിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനനുസരിച്ച് ഒരു വിദ്യാർത്ഥി നേടേണ്ട സോഫ്റ്റ് സ്കില്ലുകളെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതേ പഠനത്തിൽ ഈ കമ്പനികൾ പറഞ്ഞ 5 ടോപ്പ് സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ട്. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനൊപ്പം ഈ 5 ടോപ്പ് സോഫ്റ്റ് സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ തൊഴിലിടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 1, റിലയബിലിറ്റി ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. 29% എംപ്ലോയേഴ്സും അവർ ഹയർ ചെയ്യുന്ന ഫ്രഷേഴ്സിൽ ഏറ്റവും അധികം ലുക്ക് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് അവരെ വിശ്വസിച്ച് ഒരു ടാസ്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന റിലയബിലിറ്റി അവർക്കുണ്ടോ എന്നുള്ളത്. കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന, കൃത്യമായി ടാസ്ക് കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന, ഒരു കാര്യത്തിൽ കോൺഫിഡൻറ്റോടുകൂടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെയാണ് എല്ലാ എംപ്ലോയീസും ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ ജോലിക്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അമിതമായ പ്രതീക്ഷകളുടെ പേരിൽ പല എംപ്ലോയീസും ഒരു തൊഴിലിടത്തിൽ പ്രവേശിക്കുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് പാതി വഴിയിൽ ഇട്ടിട്ട് വേറെ കമ്പനികൾ തേടി പോകുന്നു. ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ കുറച്ചധികം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു തൊഴിലിടത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കോൺഫിഡൻറ്റോടുകൂടി ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കുകയും ആ കമ്പനിയുടെ വിഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കുന്നത്. നമ്പർ 2, ക്രിയേറ്റിവിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. നമുക്കറിയാം, ഒരു ഐഡിയ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ ഒരുപാട് സോഴ്സസ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കടന്നു വന്നതിന് ശേഷം ChatGPT പോലെയുള്ള പല മാധ്യമങ്ങളിലൂടെ നമുക്കത് എന്ത് ചെയ്യാം, കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന ഐഡിയയുടെ ഒറിജിനാലിറ്റിയും ക്രിയേറ്റിവിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് എല്ലാ എംപ്ലോയീസും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ കാര്യത്തിൽ കൃത്യമായി നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടോ ഇല്ലോ എന്ന് അവർ ചെക്ക് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒറിജിനൽ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു തൊഴിലിടത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത്. നമ്പർ 3, റെസിലിയൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. മാറുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ടെക്നോളജിക്കലാണെങ്കിലും സിസ്റ്റമാറ്റിക്കലാണെങ്കിലും പുതിയ പുതിയ ചേഞ്ചസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങനെയാണ് ആ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റബിൾ ആവുന്നത് എന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പുതിയ കാര്യം പഠിക്കാനും ആ പഠിക്കുന്ന ലൈഫിൽ അപ്ലൈ ചെയ്യാനും അതിനനുസരിച്ചിട്ട് റെസിലിയൻ്റ് ആയിട്ട് നിൽക്കാനും നമുക്ക് സാധിച്ചാൽ നമുക്ക് ആ കരിയർ ലാഡറിൽ വളരെ പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കും. നമ്പർ 4, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുകയും അതിനെ മാനേജബിൾ ആയിട്ടുള്ള കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതിനെയും എല്ലാ എംപ്ലോയീസും ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു എംപ്ലോയിക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവൻ നെക്സ്റ്റ് ലെവൽ ഓഫ് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് പോകാൻ സാധിക്കും. നമ്പർ 5, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്. ഡാറ്റ അത്രയധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ പല സോഴ്സസിൽ നിന്ന് നമുക്ക് ലഭിക്കും. എന്നാൽ ഈ ഡാറ്റയെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് പുതിയ പ്ലാൻസ് സമർപ്പിക്കുന്നത് എന്ന് എല്ലാ കമ്പനീസും നോക്കുന്നുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ജോലികളും നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്ട്രാ റിസ്ക് എടുത്തുകൊണ്ട്, എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് കമ്പനി നിങ്ങളെ വാല്യൂ ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലുകൾ ഏതുമായിക്കോട്ടെ, ഇവൻ ഇറ്റ് ബി ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, കസ്റ്റമർ സർവീസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ പറയുന്ന 5 സോഫ്റ്റ് സ്കില്ലുകൾ കൂടി നിങ്ങൾ അതിൽ അക്വയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കറ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്
ചെയ്യുന്നത് ആ മാർക്കറ്റിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ആ മാർക്കറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാ എംപ്ലോയീസും ലുക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ പഠനത്തിനൊപ്പം ഗെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അത്തരത്തിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന ഇവൻറ്റ്സിലേക്കും ആക്ടിവിറ്റികളിലേക്കും നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് കണ്ടെത്താൻ പറ്റുകയും ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റുകയും സാധിക്കുന്നത്.